ഡിസ്പ്ലേ പൊട്ടിയ ഫോൺ എത്ര നാളിങ്ങനെ കൈക്കൊണ്ട് നടക്കും? ഒന്ന് നന്നാക്കിക്കൂടെ? ഈ ചോദ്യം സ്ഥിരമായി കേൾക്കുന്നവരാണോ നിങ്ങൾ? എന്നാൽ നേരെ വിട്ടോളൂ റോയൽ കൊച്ചിൻ മൊബൈൽസിലേക്ക്. ഹാർഡ്വെയർ ആൻഡ് സോഫ്റ്റ്വെയർ സർവീസസ്, അൺലോക്കിംഗ് സർവീസസ്, ചിപ്പ് ലെവൽ സർവീസസ്, അതുപോലെ തന്നെ വാട്ടർ ഡാമേജ്, ഗ്ലാസ് റിപ്ലേസ്മെൻറ്റ്, ഇങ്ങനെ എല്ലാവിധ സർവീസസും സാധാരണ ഫോൺ മുതൽ ഐഫോൺ വരെ നിങ്ങൾക്ക് 30 ദിവസത്തെ സർവീസ് വാറണ്ടിയോടെ ശരിയാക്കിയെടുക്കാം. ഇനി നിങ്ങളുടെ കയ്യിലൊരു കേടായ ഫോണുണ്ട്, അത് എക്സ്ചേഞ്ച് ചെയ്യണമെന്നാണെങ്കിലും കം ടു റോയൽ കൊച്ചിൻ മൊബൈൽസ്. സോ നോ മോർ ബ്രേക്സ്, ഓൺലി റോയൽ കൊച്ചിൻ മൊബൈൽസ്. ന്യൂ ഏജ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 37ാം വാർഷികം നടന്നു. ന്യൂ ഏജ് സ്പോർട്സ് ആൻഡ് ആർട്സ് ക്ലബിന്റെ 37ാം വാർഷികാഘോഷം കൊച്ചി നഗരസഭ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി കെ അഷ്റഫ് ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് എം.എച്ച്. മാഹിന്റെ അധ്യക്ഷതയിൽ കൂടിയ സമ്മേളനത്തിൽ കൊച്ചി നഗരസഭ ഡെപ്യൂട്ടി മേയർ കെ ആൻസിയ മുഖ്യ പ്രഭാഷണം നടത്തി. CA ഫൈനൽ പരീക്ഷയിൽ വിജയം നേടിയ ആദില സുഹാനെ ഓർമ്മ ചാരിറ്റി പ്രസിഡന്റ് എം. മജീദ് ഉപഹാരം നൽകി ആദരിച്ചു. പച്ചിമൂച്ചി കാരംസ് ടൂർണമെന്റിൽ വിജയികളായവർക്ക് കാരംസ് ടൂർണമെന്റ് കോർഡിനേറ്റർ പ്രേംലാൽ, കൊച്ചിൻ ചാരിറ്റബിൾ സൊസൈറ്റി പ്രസിഡന്റ് സലീം ഷുക്കൂർ, സഫ്വാൻ, ലോജിസ്റ്റിക്സ് ചെയർമാൻ സുഹൈൽ എന്നിവർ ചേർന്ന് ഉപഹാരങ്ങൾ നൽകി. അവരുടെ അടുത്ത് ഇടപഴകാൻ തുടങ്ങിയിട്ട് എനിക്ക് ഒരു 3-4 കൊല്ലമായിട്ടുള്ളൂ. ആ കാലഘട്ടം മുതൽ വളരെ സജീവമായിട്ട് സാമൂഹ്യ സാംസ്കാരിക ജീവകാരുണ്യ രംഗത്ത് വളരെ നിശബ്ദമായിട്ട് പ്രവർത്തിക്കുന്ന പ്രസ്ഥാനമാണ്. പലപ്പോഴും നമ്മൾ ആൾക്കാരുടെ പ്രശ്നങ്ങൾ അല്ലെങ്കിൽ രോഗാതുരയിൽ നിൽക്കുന്ന ആളുകളെയൊക്കെ അന്വേഷിക്കാൻ പോകുമ്പോൾ പലപ്പോഴും ആളുകൾ പറയും അവിടുന്ന് ആ ക്ലബിലെ പിള്ളേര് കൊണ്ടുവന്ന് കുറച്ച് പൈസ തന്നിട്ടുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇന്ന് ഒരു 100 രൂപയുടെ നോട്ട് പുസ്തകം കൊടുത്തിട്ട് ഫോട്ടോ എടുത്തിട്ട് രക്ഷിക്കുന്ന ഈ കാലഘട്ടത്തിൽ തികച്ചും സാധാരണക്കാരായ ആളുകൾ, ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആളുകൾ, ആ ബുദ്ധിമുട്ടിൽ നിന്ന് അവർ സ്വരൂപിച്ച പൈസ പലപ്പോഴും പല സ്ഥലത്തും എന്നെ കൊണ്ടൊക്കെ ഇവർ കൊടുപ്പിച്ചിട്ടുണ്ട്. ഷംനാദ്, സജീബ്, PM ഷിബു എന്നിവർ പ്രസംഗിച്ചു. ന്യൂസ് ബ്യൂറോ, ഫോർട്ട് കൊച്ചി.